ഇങ്ങനെ എഴുതുന്നു, അതിനകത്തൂടെ കയറി ഒരു ചുരുപ്പിടുമ്പോൾ രാ എന്ന അക്ഷരമാവുന്നു. ആ ചുരുപ്പ് താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും താ എന്ന അക്ഷരമാവുന്നു. രണ്ട് റാ ഇങ്ങനെ ചേർത്തിട്ട് എഴുതുമ്പോഴേക്കും എന്താവുന്നു? ഞാ എന്ന അക്ഷരമാവുന്നു അല്ലേ? അങ്ങനെ അതുപോലെ ഇനി അടുത്ത് നോക്കിക്കോ, പാ എന്ന അക്ഷരം കണ്ടോ? പാ എന്ന അക്ഷരം കണ്ടോ നിങ്ങള്? ബുക്കിനകത്ത് നോക്കിക്കോ, കാശി നോക്ക് നോക്ക്. പാ എന്ന അക്ഷരം എവിടെ? ഈ പാ എന്ന അക്ഷരം എവിടെ? എല്ലാരും തൊട്ടേ പായില്ലേ? പാ എന്ന അക്ഷരത്തിൽ എല്ലാരും തൊട്ടോ? പാ എന്ന അക്ഷരത്തിൽ ആദ്യം തൊട്ടേ പാ എന്ന അക്ഷരം. പാ എന്ന അക്ഷരം എവിടെയാണ്? പാ എന്ന അക്ഷരത്തിൽ തൊട്ടോ എല്ലാരും? പാ എന്ന അക്ഷരം തൊട്ടില്ലേ? അപ്പൊ നോക്കിയേ, പാ എന്ന അക്ഷരം വരുന്ന ഒരു വാക്കാണ് ഏത്? പന. ഏതാണ്? പന. പായും ഞായും കൂടെ ചേരുമ്പോ എന്തെന്ന് വായിക്കും നമ്മള്? പന. കുറച്ച് വളരെ ലൗഡായിട്ട് പറഞ്ഞ പായും ഞായും കൂടെ ചേരുമ്പോ എന്തെന്ന് വായിക്കും? പായും ഞായും കൂടെ ചേരുമ്പോ എന്തെന്ന് വായിക്കും കാശി? എന്തെന്ന് വായിക്കും കാശി? പന. അടുത്ത് നോക്ക്, പാ നമ്മള് എഴുതുന്ന ചെറിയൊരു റാ എഴുതി നീട്ടി വരച്ച് മുകളിലേക്ക് പോകുമ്പോ എന്ത് അക്ഷരമായി? പാ എന്ന അക്ഷരമായി അല്ലേ? എല്ലാരും എടുത്ത് കൈ കൊണ്ട് എഴുതി കാണിച്ചേ. ചെറിയൊരു റാ എഴുതി നീട്ടി വരച്ച് മുകളിലേക്ക് പോകുമ്പോ എന്താ അവിടെ? പാ എന്ന അക്ഷരം. അങ്ങനെയാണെങ്കിൽ വാ എന്ന അക്ഷരം നമ്മൾ എങ്ങനെ എഴുതും? പായുടെ തൊട്ട് താഴെ ഉണ്ട് ആര്? വാ എന്ന അക്ഷരം. കണ്ടോ? പാ എന്ന അക്ഷരത്തിന് തൊട്ട് താഴെ ആരുണ്ട്? വാ എന്ന അക്ഷരം ഉണ്ട്. അതറിവ്. വാ എന്ന അക്ഷരം തൊട്ട് കാണിക്കേ. പുസ്തകത്തിനകത്ത് വാ എന്ന അക്ഷരം എവിടെയാണ്? തൊട്ട് കാണിച്ചേ. വാ. ഇത് കണ്ടോ വലുതായിട്ട് എഴുതിയിരിക്കുന്നത്? വാ എന്ന അക്ഷരം. അതാണോ വാ എന്ന അക്ഷരം? ഇത് തന്നെ വാ എന്ന അക്ഷരം. ഇത് തന്നെ വാ എന്ന അക്ഷരം. വാ എന്ന അക്ഷരം കണ്ടോ? അപ്പൊ എന്ത് ചെയ്യും? വാ എന്ന അക്ഷരം എഴുതുമ്പോ നമ്മള് റാ എന്ന അക്ഷരം വലുതായിട്ട് എഴുതി ചെറിയതായിട്ട് ഒരു ഡോട്ട്, ഒരു സ്ലീപ്പിംഗ് ലൈൻ ചെറുതായിട്ട് കിടക്കുന്ന ഒരു വര, സ്ലീപ്പിംഗ് ലൈൻ വരച്ച് മുകളിലേക്ക് പോകുമ്പോഴേക്ക് ആരായി? വായായി അല്ലേ? ഇനി നോക്കൂ, വാ വരുന്ന ഒരു വാക്ക് ഏതാണ്? വള. എന്താണ്? വള. വാ വരുന്ന ഒരു വാക്ക് ഏതാണ് നീരാഞ്ജന? വള. എന്താണ്? വള എന്താണ്? ടീച്ചറിന്റെ കയ്യിലുണ്ട്. ഇതാണ് വള അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ നീരാഞ്ജനയുടെ കയ്യിലുണ്ട്. പിന്നെ ഇത്തികയുടെ കയ്യിൽ വള ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ട്. എല്ലാരും ഗേൾസിന്റെ കയ്യിലൊക്കെ വള ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ വള കണ്ടിട്ടുണ്ടല്ലോ. ഇനി തൊട്ട് താഴെയായിട്ട് മായുന്ന അക്ഷരമാണ്. മായുന്ന അക്ഷരം എഴുതാൻ ആദ്യം നമുക്ക് കുറച്ച് പാടായിരിക്കും. കഴിഞ്ഞ വർഷം നമ്മൾ LKG എഴുതിയിട്ടുള്ളവരാണ്. അപ്പൊ മായുന്ന അക്ഷരം കേറിയിരിക്കുമ്പോൾ ക്ലാസ്സിലേക്ക് ഞാൻ കൊണ്ട് നോക്കിയിരിക്കും. അപ്പൊ മായുന്ന അക്ഷരം എങ്ങനെ എഴുതാം? മായുന്ന അക്ഷരം എഴുതുമ്പോഴും ആദ്യം നമ്മള് റാ പോലെ ഇങ്ങനെ വന്നിട്ട് ഇതിലൊന്ന് മുട്ടിയതിന് ശേഷം പിന്നെന്താണ്? ഒരു ചെറുതായിട്ട് മുകളിലേക്ക് പോയി, അതായത് ഒരു ലൈൻ ഉണ്ടാകത്തൂടെ അല്ലേ? കണ്ട? അതാണ് മാ എന്ന അക്ഷരം. ഇനി നോക്കിയേ, അടുത്തത് ദാ എന്ന അക്ഷരമാണ്. ദാ എന്ന അക്ഷരം നമ്മൾ ഇവിടെ പഠിച്ചില്ലെങ്കിലും പിന്നെന്താണ്? വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുമ്പോഴും നമ്മള് ദാ എന്ന അക്ഷരം പഠിക്കും. ആ സമയത്ത് നമ്മൾ തായും വായും ഒക്കെ പഠിക്കും. ഇപ്പൊ നോക്കിയാണ് ദാ എന്ന അക്ഷരം. ദാ വരുന്നൊരു വാക്കാണ് ഗദ. ഗദ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഗദ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? നിങ്ങൾ കാർട്ടൂണിൽ ചോട്ടാബീനൊക്കെ കാണൂലേ? പിന്നെ വേറെ എന്തെങ്കിലും കാണൂലേ നിങ്ങള്? അത് ഗദയില്ലേ? ഗദ ഇങ്ങനെ അടിക്കുന്ന സാധനം കാണൂലേ നിങ്ങള്? ഗദ കണ്ടിട്ടില്ലേ? അതാണ് ഗദ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്രിക പാ. പാ എവിടെ? പാ വരുന്ന വാക്കാണ് പന. വാ വരുന്ന വാക്കാണ് വള. ശരി, അപ്പൊ നോക്കിക്കോ. വാ വരുന്ന വാക്കാണ് പന. വാ വരുന്ന വാക്ക് എന്താണ്? വള. മാ വരുന്ന വാക്ക് മല. എന്താണ്? ദാ എന്ന അക്ഷരം വരുന്നത് ഗദ. ഇത്തിക പറഞ്ഞേ. ഇത്തിക
സമയത്ത് ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കണം കേട്ടാ. എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റൂ. കന, വള, മല, ഗദ. എല്ലാവരും നോട്ട്ബുക്കിലോട്ട് നോക്കാം എഴുതാൻ.